ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് മനസ്സിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ കാറ്റത്തെ കിളിക്കൂട് സീരിയലിൻ്റെ പുതിയൊരു വിശേഷം ഇന്നത്തെ കേട്ടാലോ. അതായത് നമ്മുടെ സുഭാഷിൻ്റെ കല്യാണ ഒരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെ ആവുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ സുധീഷും ഹരീഷും കൂടെ പൈസയുടെ ആ ഒരു കേസ് പറഞ്ഞിട്ട് കുറച്ച് വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ കുഞ്ഞുനാൾ മുതലേ രണ്ടും കാണുമ്പോൾ ഇങ്ങനെയാണല്ലോ, കീരിയും പാമ്പും പോലെ. എത്ര മാത്രം പറഞ്ഞാലും സുഭാഷ് പറഞ്ഞ് മടുത്ത കാര്യമാണ്. പക്ഷെ നിധി ഇതിൻ്റെ ഒരു തീരുമാനം ഉണ്ടാക്കി. അങ്ങനെ പിറ്റേ ദിവസം ആയപ്പോൾ എല്ലായിടം തുടച്ച് വൃത്തിയാക്കി വിളക്കൊക്കെ കത്തിച്ച് സുധീഷ് നിൽക്കുകയാണ്. ഹരീഷും മുറ്റമൊക്കെ അടിച്ച് നല്ല കുട്ടപ്പനായിട്ട് രണ്ടുപേരും നിൽക്കണം. അപ്പോഴാണ് നമ്മുടെ നിധി റൂമിൽ നിന്ന് ഇറങ്ങി നേരെ ബാത്റൂമിലോട്ട് പോയത്. പക്ഷേ ബാത്റൂമിലോട്ട് പോയ നിധി ചുമച്ച് പെട്ടെന്ന് തിരിച്ചിങ്ങി ഇറങ്ങി വന്നു. വേറൊന്നുമല്ല, നമ്മുടെ ഭാസ്കരൻ ഒന്ന് ബാത്റൂമിൽ പോയായിരുന്നു. ഭാസ്കരൻ ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് സിഗരറ്റ് വലിച്ച് ആ പുക കൊണ്ട് നിറയ്ക്കും. പിന്നെ നന്നായിട്ട് ക്ലീനൊന്നും ചെയ്യാറില്ല. അങ്ങനെ നമ്മുടെ സുഭാഷിന് മനസ്സിലായി. സുഭാഷ് വേഗം തന്നെ ചെന്ന് അത് ക്ലീനൊക്കെ ചെയ്ത് എല്ലാ പുകയൊക്കെ അതൊക്കെ ഒന്ന് റെഡിയാക്കി ഇട്ടു. അപ്പോൾ ഇതും പറഞ്ഞിട്ട് നമ്മുടെ സുധീഷ് നേരെ ചെല്ലുകയാണ് നമ്മുടെ ഭാസ്കറിൻ്റെ അടുത്ത്. അതെ, നിങ്ങളടുത്ത് എത്ര പ്രാവശ്യം പറയണം, നാണം ഉണ്ടോ നിങ്ങൾക്ക്? ഒരു ബാത്റൂം എല്ലാവരും കൂടെ അല്ലേ യൂസ് ചെയ്യണത്, ഒന്ന് മര്യാദയ്ക്ക് അതിൽ വെള്ളം ഒഴിക്കുക, സിഗരറ്റ് വലിക്കാണ്ടൊക്കെ നിങ്ങൾക്ക് ഇരുന്നൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് സുധീഷ് കുറേ അങ്ങോട്ട് ഒച്ചയെടുക്കുകയാണ്. എവിടെയും ഈ സുധീഷിന് ഒച്ചയെടുക്കലാണല്ലോ. അപ്പോഴേക്കും ഭാസ്കരൻ പറഞ്ഞു, ഓടാ, നിന്നെ പിച്ച വെച്ച് പഠിപ്പിച്ചത് ഞാനല്ലേ, ഇനി കക്കൂസിൽ പോകാൻ നീ എന്നെ പഠിപ്പിച്ചതാട്ടെ എന്ന് ഭാസ്കരൻ തിരിച്ചു മറുപടി പറയണേ. അതെ, അച്ഛനാണെന്നൊന്നും ഞാൻ നോക്കൂല കേട്ടോ, നിങ്ങൾ മര്യാദയ്ക്ക് നിന്നോണം എന്നൊക്കെ പറഞ്ഞിട്ട് സുധീഷ് വെച്ചെടുത്തപ്പോൾ നമ്മുടെ നിധി അങ്ങോട്ട് ഇറങ്ങി വന്നു. അതെ, നിങ്ങൾ എപ്പോഴും ഇങ്ങനെ തന്നെയാണോ? ഈ വീട്ടിൽ എപ്പം നോക്കിയാലും വഴക്ക് തന്നെയാണല്ലോ. നിങ്ങളെന്താ ഇങ്ങനെ? നിങ്ങൾക്ക് നാണാവുന്നില്ലേ? ഇത്രയും വലുതായിട്ട് ഒരു ചെറിയ കാര്യം ഇങ്ങനെയാണോ പറയേണ്ടത്? അത് പറയേണ്ട ഒരു രീതിയില്ലേ? ഒരു മര്യാദ വേണ്ടേ? നിങ്ങളെന്താ ഇത് നന്നാവാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് നിധി കുറേ അങ്ങോട്ട് സുധീഷിനെ പറയണ്ട കേട്ടോ. കാര്യം നിധിക്ക് വേണ്ടിയിട്ടാണ് സുധീഷ് പോയി സംസാരിച്ചത്. പക്ഷേ അച്ഛനോടോ പറയാനുള്ള ആ ഒരു പറയുന്ന രീതി അത്ര സുഖകരമായ രീതിയല്ല. എല്ലാം വഴക്കടിച്ച് പറയുന്ന കണക്കാണ് സുധീഷ് പറയണത്. ഹരീഷും കണക്ക് തന്നെയാണ്. അങ്ങനെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത് നിധി നല്ല ഡോസ് കൊടുക്കണം കേട്ടോ. അങ്ങനെ അവസാനം ഡോസ് കൊടുത്തിട്ടും നമ്മുടെ സുധീഷിന് സങ്കടമായി. അപ്പോൾ എന്നിട്ട് സുഭാഷ് പറഞ്ഞു, മോളെ ആ കേസ് വിട്ടേരെ, ഇനി എവന്മാർ അടി ഉണ്ടാക്കാണ്ട് ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും സുധീഷ് അകത്ത് കയറി പോയിട്ടോ. എന്നിട്ട് നിധി ഹരീഷിനെ ഒരു നോട്ടം. അപ്പോൾ ഹരീഷ് ഇല്ല ഞാനും എന്ന് പറഞ്ഞിട്ട് പതുക്കെ അവിടെ നിന്ന് മുങ്ങി കേട്ടോ. കുറേ കഴിഞ്ഞിട്ട് അടുത്ത നിധി ഭാസ്കറിനെ ഒന്ന് നോക്കി അങ്ങോട്ട് ദഹിപ്പിക്കുകയാണ് കേട്ടോ. എന്നിട്ട് നിധി എല്ലാവരും കേൾക്കാൻ തന്നെ പറഞ്ഞായിരുന്നു, അതെ, മര്യാദയ്ക്ക് ഇവിടെ നിന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവും. ഇനി ഒരു വഴക്കും കൂടെ ഈ വീട്ടിലുണ്ടാവുകയാണെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോകുന്നതിന് നിധി എല്ലാവരും കേൾക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഭാസ്കരനെ നോക്കി തെറിപ്പിച്ചു. ഭാസ്കരൻ മനസ്സിൽ എടുത്ത് എന്നെയാണല്ലോ നോക്കണം, ഇനി ഇവിടെ നിന്ന് സ്ഥലം കാലിയാക്കണതാണ് നല്ലതെന്നും പറഞ്ഞ് ഭാസ്കരൻ സൈക്കിൾ എടുത്തുകൊണ്ട് അവിടെ നിന്ന് എസ്കേപ്പായി. അത് കഴിഞ്ഞപ്പോൾ നിതീഷിൻ്റെ മുഖത്തോട്ട് നോക്കി. അപ്പം നിതീഷിൻ്റെ അടുത്ത് ചോദിച്ചു, നീ എന്താണ് വിഷമിച്ചിരിക്കണേ? നിധി ചോദിച്ചു. അല്ല, ഏട്ടത്തി ഇവിടെ നിന്ന് പോകുമെന്ന് പറഞ്ഞത് ഓർത്തിട്ടാണോ? അതൊന്നും ഓർക്കണ്ട, ഇവരെ പറ്റിക്കാൻ വേണ്ടിയിട്ട്. പറ്റിക്കാനാണെങ്കിൽ അങ്ങനെ പറയണോ ഏട്ടത്തി എന്ന് നിതീഷ് ചോദിക്കും. അപ്പോൾ സുഭാഷ് നോക്കി ചിരിക്കുകയാണ് കേട്ടോ. അപ്പം നിധി പറയും, അതെ, ഇവരെ ഈ വഴക്ക് നിൽക്കണമെങ്കിൽ അങ്ങനെയൊക്കെ പറയാണ്ട് ഒരു രക്ഷയില്ല, അതുകൊണ്ടായിട്ടത് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് പോവാന്ന് പറഞ്ഞാൽ അത് തീരെ സന്തോഷമായിട്ട് പോവാണ്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ സുഭാഷ് പണിസ്ഥലത്ത് പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു മൊബൈൽ സുഭാഷിൻ്റെ ഫോണിലോട്ട് ഒരു കോള് വരെയാണ്. അപ്പം ആദ്യത്തെ കോള് കട്ടായിപ്പോവും. അപ്പോൾ ബായി പറയും, കട്ടായി, കവിത എന്ന് പറയും. ആണോ? അപ്പോൾ അടുത്ത് വീണ്ടും ഒരു കോള് വരെയാണ്. ഈ കോള് പറഞ്ഞ സമയത്ത് ആരാണെന്ന് വീണ്ടും സുഭാഷ് മേളിൽ നിന്ന് ചോദിക്കുമ്പോൾ ബായി പറയും, കവിത. അങ്ങനെ ഫോൺ എടുത്ത് കൊടുത്തിട്ട് സുഭാഷ് ആ കോൾ അറ്റൻഡ് ചെയ്യണം. ഹലോ, ഞാൻ കവിതയാണ്. പറയൂ എന്താണ്? അല്ല, ഇല്ല, വെറുതെ പണി നടക്കുകയാണോ, തിരക്കാണോ, സംസാരിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ആ കുട്ടി ചോദിക്കും. ഇല്ല, കുഴപ്പമില്ല, പണിസ്ഥലത്താണ്, പറഞ്ഞോളൂ എന്ന് പറയും. അപ്പോൾ പറയും, അതെ, ഇന്ന് ഒന്ന് കാണാനായിട്ട് പറ്റുമെന്ന് ചോദിക്കും. ഇപ്പോൾ ഇച്ചിരി തിരക്കാണ്, ഉച്ച കഴിഞ്ഞാൽ കാണാം, എന്നാൽ ഒരു 2 മണിയൊക്കെ ആകുമ്പോൾ ഓക്കെ, ലൊക്കേഷൻ ഞാൻ വാട്സപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കവിത വെക്കുകയാണ്. അങ്ങനെ കവിത ഒരു റെസ്റ്റോറൻറ്റിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സുഭാഷ് അവിടെ ചെല്ലുകയാണ്. അപ്പോൾ സുഭാഷ് വേറെ ഡ്രസ്സൊന്നും മാറ്റാനും മറ്റുമൊന്നും നിന്നില്ല. ആ ഷർട്ടും ആ കാവ്യം മുണ്ടും എടുത്തുകൊണ്ട് തന്നെ പോകും. അങ്ങനെ അവിടെ എത്തിക്കഴിയുമ്പോൾ കവിത ഒന്ന് സുഭാഷിനെ നോക്കും കേട്ടോ, ഡ്രസ്സ്. അപ്പോൾ സുഭാഷ് പറയും, ഞാൻ വീട്ടിലോട്ടൊന്നും പോയില്ല, ഇനിയിപ്പോൾ അങ്ങോട്ടൊന്നും പോയി തിരിച്ച് വരുമ്പോഴേക്കും സമയം ഒത്തിരി ആവും, അതുകൊണ്ടാണ്. അത് കുഴപ്പമൊന്നുമില്ല, സുഭാഷേട്ട ഇരിക്കുമെന്ന് പറയും. ഞാൻ ലൈറ്റായിട്ടൊരു ജ്യൂസ് എന്തോ സൂപ്പോ അങ്ങനെ എന്തോ കുടിച്ചു എന്ന് പറയും. എന്താ കുടിക്കാൻ വേണ്ടിയെന്ന് വെയിറ്റർ ഒന്ന് ചോദിക്കുമ്പം എനിക്കൊന്നും വേണമെന്നില്ല,
എങ്ങനെയാണെന്ന് സുഭാഷ് പറയാം. ഇല്ല, 2 വാട്ടർ മെലൺ ജ്യൂസ് എടുത്തു എന്ന് കവിത പറയാം. അങ്ങനെ അവർ ജ്യൂസൊക്കെ ഓർഡർ ചെയ്ത് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കവിത പറയും, ഞാൻ ഒരിക്കലും ഈ ഒരു ബന്ധം ഈ ഒരു രീതിയിലൊക്കെ തിരിച്ച് വീണ്ടും വരുമെന്നൊന്നും കരുതിയതല്ല സുഭാഷ് ചേട്ടാ. എന്തായാലും വിധി നമ്മളെ അങ്ങനെ ആയിരിക്കും. സുഭാഷ് ചേട്ടൻ വന്ന് കണ്ടതിൽ പിന്നെ 2-3 കല്യാണാലോചനകളൊക്കെ എനിക്ക് വന്നായിരുന്നു. പക്ഷേ എനിക്കതൊന്നും അത്ര ഇഷ്ടമായില്ല. എനിക്ക് നിങ്ങളുടെ ആ ഒരു ഇന്നസെൻ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എൻ്റെ വീട്ടുകാർക്കും ഒരുപാട് ഇഷ്ടമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് സുഭാഷും സന്തോഷത്തോടെ അത് കേട്ടുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതേസമയം തന്നെ കവിതയുടെ അടുത്ത് സുഭാഷ് ചോദിക്കുന്നുണ്ട്, അച്ഛനും അമ്മയും അനിയത്തിയൊക്കെ സുഖമായിട്ടിരിക്കുന്നു എന്ന് ചോദിക്കും. ആഹാ, മറന്നിട്ടില്ലല്ലേ? അതിന് മാത്രം നാളൊന്നും നമ്മൾ തമ്മിൽ കണ്ടിട്ടായില്ലല്ലോ, 2-3 മാസത്തെ ഒരകലമല്ലേ ആയുള്ളൂ എന്ന് സുഭാഷും പറയും. തിരിച്ച് കവിതയും ചോദിക്കുന്നുണ്ട്, അനിയന്മാരൊക്കെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ സുഭാഷ് പറയും, സുഖമായിട്ടിരിക്കുന്നു, എൻ്റെ തൊട്ട് താഴെയുള്ള ആളിൻ്റെ കല്യാണം കഴിഞ്ഞു, അവളുടെ പേര് നിധി എന്ന്. ഞാൻ കണ്ടായിരുന്നു എന്നൊക്കെ എനിക്കറിയാം എന്നൊക്കെ പറയുന്നുണ്ട് കവിത. അത് കഴിഞ്ഞിട്ട് കവിത ചോദിക്കുന്നുണ്ട്, അതെ നമുക്ക് വീട് നോക്കണ്ടേ? അപ്പം സുഭാഷിക്കും, വീടോ? ഞങ്ങളുടെ വീട് പഴയതായതുകൊണ്ടാണോ? പക്ഷേ ആ വീട് അങ്ങനെ നമുക്ക് അങ്ങനെ പഴയതാണെങ്കിലും പൂട്ടിയിട്ടിട്ട് അങ്ങനെ പോകാൻ പറ്റില്ല. കാരണം എന്നാന്ന് വെച്ചാൽ ആ വീട് പൂട്ടിയിട്ടിട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ സുനന്ദയുടെ അമ്മയും അച്ഛനും ഒക്കെ ഉണ്ടല്ലോ, അവരൊക്കെ വന്ന് ആ വീട് കൈക്കലാക്കി കളയാം, അമ്മാവനും അമ്മായിയൊക്കെ വന്ന്. അതുകൊണ്ട് വീട് പൂട്ടിയിട്ടിട്ടൊന്നും പോകാൻ പറ്റില്ല. പിന്നെ ഇവിടെ ആകുമ്പോൾ നിതീഷിന് കോളേജിൽ പോകാൻ സൗകര്യം, ഹരീഷിൻ്റെ വർക്ക്ഷോപ്പ് സൗകര്യം, സുധീഷിനാണെങ്കിൽ കാറിടാൻ സൗകര്യം, എല്ലാം കൊണ്ടും ഈ വീട് സൗകര്യമാണ്. ഇനിയിപ്പോൾ വേറൊരു സ്ഥലത്തോട്ട് മാറി താമസിക്കുക എന്ന് പറയുമ്പോൾ അതൊരു ഇതല്ലേ. അല്ല, അവരൊക്കെ എന്തിനാണ് പറഞ്ഞത്? ഞാൻ ചോദിച്ചത് നമുക്ക് 2 പേർക്കും ഒരുമിച്ച് താമസിക്കാൻ വീട് എവിടെയാണ് നോക്കണേന്ന്. ഒരുമിച്ച് താമസിക്കാൻ വീടോ? അതെന്താ അങ്ങനെ? അല്ല, അപ്പം ആ ഒരു കണ്ടീഷൻ ഓക്കെ ആണെന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഈ കല്യാണം വീണ്ടും പ്രൊസീഡ് ചെയ്തത്? ആര് പറഞ്ഞു ഓക്കെ ആണെന്ന്? അങ്ങനെ അന്ന് കണ്ടപ്പോൾ കവിത പറഞ്ഞതാണ് അങ്ങനെ ഒരു കണ്ടീഷൻ. എനിക്ക് പറ്റില്ല എന്ന് ഞാൻ കവിതയുടെ കൂടെ തന്നെ പറഞ്ഞതാണ്. അല്ല, ഇപ്പം അത് പ്രശ്നമല്ലാതെ അനുജന്മാർ പറഞ്ഞു. അവർ പറഞ്ഞോ? സുഭാഷ് ചോദിക്കും. അപ്പോൾ കവിത പറഞ്ഞു, അതെ അവർ വന്നപ്പോൾ പറഞ്ഞായിരുന്നല്ലോ, അതിന് കുഴപ്പമില്ല, സുഭാഷിൻ്റെ കല്യാണം കഴിഞ്ഞാണെങ്കിലും പ്രത്യേകം താമസിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല എന്ന് അവർ പറഞ്ഞതുകൊണ്ടല്ലേ കല്യാണം പ്രൊസീഡ് ചെയ്തതെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ സുഭാഷ് അങ്ങോട്ട് ഞെട്ടാണ് കേട്ടോ. എന്ന് വെച്ചാൽ അനുജന്മാർ അങ്ങനെ, അതാണ് ആ സുഭാഷ് ചിന്തിച്ചിരുന്ന ഒരു കാര്യം അതാണ്. വേണ്ട എന്ന് ഈ ഒരു കാരണത്താൽ പറഞ്ഞ കല്യാണം പിന്നെ എന്ത് കാരണത്താലാണ് ഇവർ നടത്താൻ തീരുമാനിച്ചിരുന്നത്? സുഭാഷിന് മനസ്സിൽ കിടന്ന് ഇങ്ങനെ അലട്ടിക്കൊണ്ടേയിരുന്ന ഒരു ചോദ്യമായിരുന്നു. അങ്ങനെ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ അപ്പോൾ തന്നെ സുഭാഷ് അവിടെ നിന്ന് ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഞാൻ പോവാണ്. എന്ത് പറ്റി സുഭാഷ് ചേട്ടാന്ന് ആ കുട്ടി ചോദിച്ചപ്പോൾ ഒന്നുമില്ല, എനിക്ക് പണിയുണ്ടെന്ന് പറയാം. എന്നിട്ട് സുഭാഷ് നേരെ വീട്ടിലോട്ട് വരികയാണ് കേട്ടോ. ഈ വീട്ടിലാണെങ്കിൽ നമ്മുടെ നിധിയും ഹരീഷും സുധീഷും കൂടെ ചേർന്നിട്ട് ഒരു ലിസ്റ്റ് തയ്യാറാക്കി അങ്ങ് എടുക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എന്തൊക്കെയാണ് വാങ്ങേണ്ടത്, എന്തൊക്കെ അറേഞ്ച്മെൻറ്റാണ് ചെയ്യേണ്ടത്, അതിനെക്കുറിച്ചൊരു ലിസ്റ്റ് അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ സുഭാഷ് കയറി പറഞ്ഞത്. ഇന്ന് എന്തായിട്ടാ പണിയില്ലേന്ന് അവർ ചോദിക്കും. അപ്പോൾ സുധീഷ് ചോദിക്കുമ്പോൾ പറയാം, ഇന്ന് ഇല്ല, ഇനി പോകണില്ലേ? എന്നാൽ വാ, നമുക്ക് കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതി തയ്യാറാക്കി ഒരു ലിസ്റ്റൊക്കെ റെഡിയാക്കാം സുഭാഷ് ചേട്ടാന്ന് സുധീഷ് പറയാം. എന്നിട്ടൊരു കസേര ഇട്ടെടുക്കുമ്പോൾ അതിലിരിക്കും. അപ്പോൾ ആകെ എന്തോ ഒരു പന്തികേട് എല്ലാവർക്കും തോന്നി. കാര്യം എന്ന് വെച്ചാൽ സുഭാഷിൻ്റെ മുഖമൊക്കെ ഭയങ്കര ദേഷ്യവും സീരിയസും ആയിരുന്നു. എന്നിട്ട് സുഭാഷ് ചോദിക്കുന്നുണ്ട്, അതെ എന്നെ പുറത്താക്കണമെന്ന് നിങ്ങൾ എന്നാ തീരുമാനിച്ചതെന്ന് ചോദിക്കും. പുറത്താക്കണമെന്നോ? അപ്പോൾ സുധീഷ് ചോദിക്കും, എന്താ ചേട്ടാ ഈ പറയണത്? അപ്പോൾ സുഭാഷ് അറിഞ്ഞ കാര്യങ്ങളൊക്കെ പറയണ, ഞാൻ ഇന്ന് ആ കവിതയെന്ന് പറഞ്ഞ കുട്ടി എന്നെ കാണണമെന്ന് പറഞ്ഞ് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അവൾ എൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. ഈ വിവാഹം നടക്കണമെങ്കിൽ ഞാൻ പ്രത്യേകം മാറി നിങ്ങളെല്ലാം വിട്ട് പോകണം എന്നുള്ളത്, ഒരു വീടെടുത്ത് മാറണം എന്നുള്ളതാണ് അവൾ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്കത് പ്രശ്നമല്ലാന്ന് നിങ്ങളതിന് സമ്മതിച്ച് ഞാൻ അറിയാണ്ട് അത് നടത്താൻ വേണ്ടി നിങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുകയാണ് അല്ലേ? ആയിക്കോട്ടെ, നിങ്ങൾ ഇനി അപ്പോൾ അതിൻ്റെ ഇടയിൽ സുധീഷ് വന്നപ്പോൾ തന്നെ സുഭാഷിൻ്റെ അടുത്ത് പറഞ്ഞു, സുഭാഷ് ചേട്ടാ ഇന്ന് ഉച്ച കഴിഞ്ഞ് പണിയിലേക്ക് ഞാൻ പോയി കുറച്ച് മീനും മേടിക്കട്ടെ, നല്ല അടിപൊളി മീൻകറി ഉണ്ടാക്കിയല്ലോ എന്ന് ചോദിക്കും. അപ്പോൾ സുഭാഷ് പറയും, അതെ താനേ അങ്ങ് ഉണ്ടാക്കിയത്, ഇനി പ്രത്യേകം ഉണ്ടാക്കി അങ്ങ് പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ സുഭാഷ് പറയണത്. അവസാനം എല്ലാവരും ബ്ലിങ്ക് അടിച്ച് നിൽക്കുകയാണ്. കാര്യം എല്ലാ കാര്യങ്ങളും വെളിച്ചത്തായില്ലേ. അവർ ഒളിച്ചു പിടിച്ച് എങ്ങനെയെങ്കിലും കല്യാണം വരെ ഇത് പോട്ടെ എന്നുള്ള രീതിയിലായിരുന്നു അവർ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ എല്ലാ പദ്ധതിയും പൊളിഞ്ഞു. അവസാനം സുഭാഷ് കുറേ അങ്ങോട്ട് പറയണ, എടാ നിനക്കൊക്കെ വേണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ സന്തോഷം എന്ന് പറയണത് നിങ്ങളാണ്. നിങ്ങൾക്ക് എന്നെ വേണ്ടല്ലേ? നിങ്ങളില്ലാണ്ട് ഒരു ദിവസം നിങ്ങൾക്ക് ആഹാരം ഉണ്ടാക്കി വെച്ച് വിളമ്പി അത് ചുറ്റിനും ഇരുന്ന് നിങ്ങളെ കഴിപ്പിച്ച് നിങ്ങൾ
ഉറങ്ങണ കാണുന്നതാടാ ഈ ഏട്ടൻ്റെ സന്തോഷം, അല്ലാണ്ട് ഒരു പെണ്ണ് കെട്ടുന്നതിലല്ല. എനിക്ക് പ്രായം തോന്നിയോട്ടെ നിങ്ങൾ പറയുമായിരിക്കും, അല്ലെങ്കിൽ നാട്ടുകാർ പറയട്ടും, പക്ഷേ എനിക്കത് വിഷയമല്ല. ഇനിയിപ്പോൾ എൻ്റെ കല്യാണം നടന്നില്ലെങ്കിൽ കൂടിയും എനിക്ക് വിഷയമൊന്നുമല്ല ഇപ്പോൾ എന്നിങ്ങനെ പറയാം. അപ്പോൾ നമ്മുടെ നിതീഷ് പറയും, അല്ല സുഭാഷ് ചേട്ടാ, എന്നാണെങ്കിലും സുഭാഷ് ചേട്ടനൊരു ജീവിതം വേണ്ടേ. അപ്പോൾ സുധീഷും പറയും, സുഭാഷ് ചേട്ടൻ എന്നും നമുക്ക് വെച്ചും വിളമ്പിയും തന്ന് നമ്മുടെ കൂടെ ജീവിതം ആയാൽ മതിയോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സുഭാഷ് പറയും, ആയിക്കോട്ടെ, എനിക്കെന്നും നിങ്ങൾക്ക് ആഹാരം ഉണ്ടാക്കി വെച്ച് വിളമ്പി തരണതിലാണ് എൻ്റെ സന്തോഷം, അല്ലാണ്ട് ഒരു വീടെടുത്ത് പെണ്ണ് കെട്ടി പ്രത്യേകം പോയി താമസിക്കുന്നതിലല്ല എൻ്റെ സന്തോഷം. എന്നിട്ട് നിതീഷിൻ്റെ അടുത്ത് ചോദിക്കേടാ, നികേഷേ, നിനക്ക് ഞാൻ ഇല്ലാണ്ട് നീ ജീവിക്കുമല്ലേടാ എന്ന് ചോദിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ സുഭാഷിൻ്റെ പെറ്റ് നികേഷാണ്. അപ്പോൾ നികേഷ് പറയാം, അതല്ല സുഭാഷ് ചേട്ടാ, എന്താണെങ്കിലും സുഭാഷ് ചേട്ടന് ഒരു ജീവിതം വേണം. ഞങ്ങൾ കാരണം അത് ഇപ്പം തന്നെ വൈകി, ഇനി ഞങ്ങൾ കാരണം അതിനൊരു ഇത് വരണ്ട എന്നുള്ള രീതിയിൽ ഞങ്ങൾ ചിന്തിച്ചത്, അല്ലാണ്ട് സുഭാഷ് ചേട്ടനെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല. അപ്പം സുധീഷും പറയും, സുഭാഷ് ചേട്ടൻ കരുതും പോലെ ഞങ്ങൾക്ക് സുഭാഷ് ചേട്ടനെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, ഇത്രയും നാളായിട്ട് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കി സുഭാഷ് ചേട്ടൻ എല്ലാം ചെയ്തു തരുന്നുണ്ട്, സുഭാഷ് ചേട്ടനും ഒരു ഭാവി വേണ്ടേ, അത് കരുതിയിട്ടാണ് ഞങ്ങളിങ്ങനെ ചെയ്തതെന്നൊക്കെ ഇങ്ങനെ പറയും. എന്നിട്ട് സുഭാഷ് പറയും, പക്ഷേ എന്നാൽ നിങ്ങൾ അങ്ങനെ കരുതണ്ട, എന്താണെങ്കിലും എനിക്ക് പറയാനുള്ള കാര്യം, നിങ്ങൾ ഈ കൊണ്ടുവന്ന കല്യാണാലോചന എനിക്കിഷ്ടമല്ല. നിങ്ങളെ വിട്ടിട്ട് വേറൊരു വീടെടുത്ത് താമസിക്കുന്ന കാര്യം നിങ്ങൾ പറയാനും നിൽക്കേണ്ട, ഈ കല്യാണത്തിന് എനിക്ക് സമ്മതവും അല്ല എന്ന് പറയും. അപ്പോൾ എല്ലാവരും അങ്ങ് ഷോക്കായി പോവാണ്. കാര്യം അവർ പറഞ്ഞ് സമ്മതിപ്പിക്കാമെന്ന് വിചാരിച്ചപ്പോൾ സുഭാഷ് അതിനും സമ്മതിക്കില്ല. എന്നിട്ട് നിധിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, മോളെ നിൻ്റെ കൂടെ ഞാൻ ചോദിച്ചു, ഒരിക്കൽ ഈ കാരണത്താൽ കല്യാണം വേണ്ട എന്ന് പറഞ്ഞു പോയവർ എന്തുകൊണ്ടായിരിക്കും വന്നതെന്ന് നിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ നീയും എന്നെ ഒളിച്ചു പിടിച്ചില്ലേ ഈ കാര്യങ്ങളൊക്കെ. അത് സുഭാഷ് ചേട്ടാ വേറൊന്നും കൊണ്ടല്ല എന്ന് നിധി ഇങ്ങനെ പറയും. സുഭാഷ് ചേട്ടനും ഒരു കല്യാണമൊക്കെ വേണ്ടേ, അത് കരുതിയിട്ട് ഞങ്ങൾ പറഞ്ഞതാണെന്ന് പറയും. പക്ഷേ എന്തോ എല്ലാം കൊണ്ടും സുഭാഷ് ആ കല്യാണം വേണ്ട എന്നൊരു തീരുമാനം എടുക്കുകയാണ്. എനിക്ക് എൻ്റെ അനുജന്മാരെ വിട്ടിട്ടുള്ളൊരു കേസില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത്. ഇനിയിപ്പോൾ നാളത്തെ എപ്പിസോഡിൽ പിന്നെ ഈ കല്യാണം വേണ്ടാന്ന് വെക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ നിധി ആ വീട്ടിൽ എന്തോ ഒരു സംഭവം ഇളകി താഴെ നിധിയുടെ തലയിൽ ഒരു ഇച്ചിരി മാറി വീണ്, അല്ലെങ്കിൽ നിധിയുടെ തലയിൽ വീണ്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് സീനുകൾ പ്രൊമോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോസൊക്കെ കേട്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് അടിക്കുക. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം പറഞ്ഞുകൊണ്ട് കാറ്റത്തിക്കിളി കൂടുന്ന വൈൻഡപ്പ് ചെയ്യുന്നു. ബൈ ബൈ.